ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ മാത്സ് ആണ് കേട്ടോ പഠിക്കുന്നത്. മക്കൾ സ്കിപ്പ് ചെയ്യാതെ ക്രിയകളൊക്കെ മുഴുവനായിട്ട് കണ്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ എത്ര സമചതുരങ്ങളുണ്ട്? ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ മക്കൾ കള്ളികൾ എണ്ണി നോക്കി ടൈം കളയരുത്. ഇതിന് ട്രിക്ക് ഉണ്ട്. ഒന്നാമത്തെ കോളത്തിൻ്റെ താഴെയായിട്ട് 1 ഗുണിക്കണം 1, രണ്ടാമത്തെ കോളത്തിൻ്റെ താഴെയായിട്ട് 2 ഗുണിക്കണം 2, മൂന്നാമത്തെ കോളത്തിൻ്റെ താഴെയായിട്ട് 3 ഗുണിക്കണം 3. ശേഷം ഇത് മുഴുവനായിട്ട് പ്ലസ് ചെയ്യുക. ആൻസർ 14 കിട്ടും. ആൻസർ സി ആണ്, 14. ഇതുപോലെ ചതുരം, ത്രികോണം, ഇതിലൊക്കെ എത്ര കോളങ്ങളുണ്ടെന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും കേട്ടോ. 2, ഹരിക്ക് 150 മീറ്റർ നീളവും 60 മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള പുരയിടമുണ്ട്. മകളുടെ കല്യാണ ആവശ്യത്തിനായി 60 മീറ്റർ നീളത്തിൽ സമചതുരാകൃതിയിലുള്ള ഭാഗം വിൽപ്പന നടത്തി. ശേഷിക്കുന്ന സ്ഥലത്തിൻ്റെ ചുറ്റളവ് എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ എ ആണ്, 300 മീറ്റർ. ഇങ്ങനെ കണ്ടെത്തി. ഇങ്ങനെ ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ മക്കൾ തന്നിട്ടുള്ള ഷേപ്പ് ഒന്ന് വരയ്ക്കുക കേട്ടോ. പുരയിടം ചതുരാകൃതിയിലാണ്, 150 മീറ്റർ നീളം, 60 മീറ്റർ വീതി. ഇതിൽ നിന്നും ഒരു വശം 60 മീറ്ററായ സമചതുരാണ് മുറിച്ചെടുക്കേണ്ടത്. ഇതാ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി 150 നിന്ന് ബാക്കി എത്രയാണ്? എങ്ങനെ കണ്ടെത്തും? 150 കുറക്കണം 60. ബാക്കിയുള്ള ചതുരത്തിൻ്റെ ചുറ്റളവാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആൻസർ 90. നീളം 90, വീതി 60. ചുറ്റളവ് കാണാനുള്ള സൂത്രം നീളം പ്ലസ് നീളം, വീതി പ്ലസ് വീതി. ഇവിടെ നീളം 90 പ്ലസ് 90, 60 പ്ലസ് 60. ആൻസർ എത്രയാണ്? 300. നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ പല അളവുകളും തന്നിട്ടുണ്ട്. മക്കൾ ചോദ്യം ശരിക്കും വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. സിമ്പിളാണ് അല്ലേ? 4, ഒരു വാഹനത്തിൻ്റെ നമ്പർ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയുടെയും ഏറ്റവും വലിയ 3 അക്ക സംഖ്യയുടെയും തുകയാണ്. ഓപ്ഷന് 1, ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ 1000 ആണ്. 2, വാഹനത്തിൻ്റെ നമ്പർ 1900 ആണ്. 3, വാഹനത്തിൻ്റെ നമ്പർ 1999 ആണ്. 4, ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ 900 ആണ്. എ 1ഉം 3ഉം ശരിയാണ്, ബി 1ഉം 4ഉം ശരിയാണ്, സി 2ഉം 4ഉം ശരിയാണ്. എ ആണ്, 1ഉം 3ഉം ശരിയാണ്. 5, 1000 രൂപ നോട്ടുകളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന. അതിലൊന്ന്, 5 200 രൂപ നോട്ടുകൾ. 2 500 രൂപ നോട്ടുകൾ. 3 4 200 രൂപ നോട്ടുകൾ. 2 100 രൂപ നോട്ടുകൾ. 4 2 200 രൂപ നോട്ടുകൾ. 5 100 രൂപ നോട്ടുകൾ. ഒരു 50 രൂപ നോട്ട്. 2 20 രൂപ നോട്ടുകൾ. ഒരു 10 രൂപ നോട്ട്. ഓപ്ഷൻ എ 1 3 4 ശരിയാണ്, 1 4 ശരിയാണ്, സി 3 മാത്രം ശരിയാണ്. ഈ 1 2 3 4 എല്ലാം ശരിയാണ്. ആൻസർ ഡി ആണ്, എല്ലാം ശരിയാണ്. 6, ഞാനാര്? ഞാനൊരു 4 അക്ക സംഖ്യയാണ്. 4000നും 5000നും ഇടയിലുള്ള ഇരട്ട സംഖ്യയാണ്. 1000ൻ്റെ സ്ഥാനത്തിൻ്റെ അക്കത്തിൻ്റെ ഇരട്ടിയാണ് 1ൻ്റെ സ്ഥാനത്തിൻ്റെ അക്കം. 1000ൻ്റെ സ്ഥാനത്തിൻ്റെ അക്കത്തിൻ്റെ പകുതിയാണ് 10ൻ്റെ സ്ഥാനത്തിൻ്റെ അക്കം. സംഖ്യകളുടെ തുക 19 ആണ്. ഞാൻ ആരാണെന്ന് പറയാമോ? ഇവിടെ 1000ൻ്റെ സ്ഥാനത്തെ അക്കം 4 ആണ്, അത് നമുക്കറിയാം അല്ലേ. പിന്നെ എന്താ തന്നിട്ടുള്ളത്? 4ൻ്റെ ഇരട്ടിയാണ് 1ൻ്റെ സ്ഥാനത്തെ അക്കം. 4ൻ്റെ ഇരട്ടി 8 ആണ്. 1000ൻ്റെ സ്ഥാനത്തിൻ്റെ അക്കത്തിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ 10ൻ്റെ സ്ഥാനം 2 ആണ്. ഇനി 100ൻ്റെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട് 19. തന്നിട്ടുള്ള സംഖ്യയുടെ തുക 14 ആണ്. 19 കുറക്കണം 14 സമം 5. ആൻസർ 4528. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 0 എത്ര തവണ ആവർത്തിക്കും? ആൻസർ 11 തവണ. കണ്ടല്ലോ, മുകളിൽ നൽകിയിട്ടുണ്ട്, അതൊന്ന് എണ്ണി നോക്കണം കേട്ടോ. 8, ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയിൽ നിന്ന് 1 കുറച്ചാൽ കിട്ടുന്ന സംഖ്യ എത്ര? ആൻസർ 999. പാറ്റേൺ പൂർത്തിയാക്കുക. 10150, 10200, 10250. നെക്സ്റ്റ് 10300, 10350, 10400. 10, ആമിന് 5000 രൂപയുടെ ഒരു മിക്സിയും 3250 രൂപയുടെ ഒരു ഫാനും 1350 രൂപയുടെ കുക്കറും വാങ്ങി. ആകെ എത്ര രൂപ ചിലവായി? മറ്റുള്ള സംഖ്യകളൊക്കെ പ്ലസ് ചെയ്യുക. 5000 പ്ലസ് 3250 പ്ലസ് 1350. ആൻസർ 9600. ഇനി വിവരണ ചോദ്യങ്ങളാണ്.
ഇതിൽ ഒന്നിന് 5 മാർക്കായിരിക്കും. അജുവും മിനിയും ആശംസാ കാർഡ് നിർമ്മിക്കാനായി മുറിച്ചെടുത്ത ചാർട്ട് പേപ്പർ കഷ്ണങ്ങളാണ് ചിത്രത്തിൽ. ചിത്രം കണ്ടല്ലോ, രണ്ടും ചതുരങ്ങളാണ് അല്ലേ. ഇനി അതിൽ അജുവിൻ്റെ കാർഡ് ഭംഗിയാക്കുന്നതിനായി അതിനു ചുറ്റും വർണ്ണനൂൽ ഒട്ടിച്ചു. എത്ര സെൻറ്റിമീറ്റർ നൂലാണ് വേണ്ടി വന്നിട്ടുണ്ടാവുക? അജുവിൻ്റെ ചതുരത്തിൻ്റെ നീളം 12, വീതി 6. ചതുരത്തിൻ്റെ ചുറ്റളവ് കാണണം. നീളം പ്ലസ് നീളം പ്ലസ് വീതി പ്ലസ് വീതി. 12 + 12 6 + 6 36. ചുറ്റളവ് 36 ആണ്. 36 സെൻറ്റിമീറ്റർ നീളമുള്ള നൂലാണ് വേണ്ടത്. പറഞ്ഞതുപോലെ മക്കൾ ചോദ്യം മനസ്സിലാക്കി വായിക്കണം. ഇവിടെ ചുറ്റളവിനെയാണ് കാണാൻ തന്നിട്ടുള്ളത് കേട്ടോ. നൂല് ഒട്ടിച്ചതിനു ശേഷം അഞ്ചു തൻ്റെ കാർഡ് നേർപകുതിയാക്കി മടക്കി സമചതുരാകൃതിയിലാക്കി. കിട്ടിയ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? നീളമാണ് മടക്കിയിട്ടുള്ളത്. ഇവിടെ നീളം 12 ആണ്. 12നെ പകുതിയാക്കുമ്പോൾ 6 കിട്ടും. അപ്പോൾ 4 വശങ്ങളും 6 ആയിരിക്കും. ഒരു വശത്തിൻ്റെ നീളം സമം 6 സെൻറ്റിമീറ്റർ. സി. മിനി അവളുടെ കാർഡിന് ചുറ്റും 1 സെൻറ്റിമീറ്റർ അകലത്തിൽ മുത്തുകൾ ഒട്ടിച്ച് മനോഹരമാക്കി. എത്ര മുത്തുകളാണ് മിനി ഉപയോഗിച്ചിട്ടുണ്ടാവുക? ഇവിടെ നമ്മൾ ചുറ്റളവ് കാണണം. 8 + 8 + 5 + 5 26. ആൻസർ 26 മുത്തുകൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഇതാ ഇവിടെ ചതുരം നൽകിയിട്ടുണ്ട്. നീളം 15 സെൻറ്റിമീറ്റർ, വീതി 9 സെൻറ്റിമീറ്റർ. അതിൽ ക്വസ്റ്റ്യൻ, ഈ ചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര? ചുറ്റളവ് കാണാൻ മക്കൾക്ക് പഠിഞ്ഞല്ലോ അല്ലേ. ആൻസർ 48. ഇനി ബി ക്വസ്റ്റ്യന്, ഇതേ ചുറ്റളവുള്ള ഒരു സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? ചുറ്റളവ് 48 ആണ്. അപ്പോൾ സമചതുരം 4 വശങ്ങൾ തുല്യമാണ്. 48 ഹരിക്കണം 4. ആൻസർ 12. സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം സമം 12. സി. ഈ ചതുരത്തിൻ്റെ ഒരു മൂലയിൽ നിന്നും 1 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരം മുറിച്ചു മാറ്റിയാൽ ശേഷിക്കുന്ന രൂപത്തിൻ്റെ ചുറ്റളവ് എത്ര? ഇങ്ങനെയാണ് ആ രൂപം വരിക കേട്ടോ. മക്കൾക്കറിയാൻ വേണ്ടി ഒന്ന് വരച്ചതാണ്. ഇനി ഈ അളവുകൾ ഒന്ന് കൂട്ടി നോക്കിയാലോ. എത്ര കിട്ടി? 48. ഇത് പറഞ്ഞിട്ടുള്ള ചുറ്റളവിൽ മാറ്റം വന്നിട്ടില്ല അല്ലേ. ഡി. ഇതേ ചുറ്റളവുള്ള ഒരു സമഭുജ ത്രികോണം നിർമ്മിക്കുകയാണെങ്കിൽ ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? സമഭുജ ത്രികോണമാണ്. 3 വശങ്ങളും തുല്യമായിരിക്കും. 48 ഹരിക്കണം 3 സമം 16. അപ്പോൾ സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം സമം 16. ഈ ക്വസ്റ്റ്യന്, ഈ ചതുരത്തിൻ്റെ വീതി 2 സെൻറ്റിമീറ്റർ വർദ്ധിപ്പിച്ചാൽ ചുറ്റളവിൽ വരുന്ന വ്യത്യാസം എത്ര? രണ്ട് ഭാഗത്തും 2 സെൻറ്റിമീറ്റർ കൂട്ടണം. 2 + 2 4. ആൻസർ വ്യത്യാസം സമം 4. 3. 2 മുതൽ 6 വരെയുള്ള സംഖ്യകൾ ആവർത്തിക്കാതെ എഴുതിയാൽ അതിൽ വലിയ അഞ്ചക്ക സംഖ്യ ഏത്? 65,432. ഈ ചെറിയ അഞ്ചക്ക സംഖ്യ ഏത്? 23,456. ഇതുകൊണ്ട് എഴുതാവുന്ന വലിയ ഒറ്റ സംഖ്യ ഏത്? ആൻസർ 65,423. ഒറ്റ സംഖ്യ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് 3 വരണം. ഇനി ഡി. 42,000, 12 100, 56 1 ചേരുമ്പോഴുള്ള സംഖ്യ ഏത്? 42 1000 എന്നാൽ 42 ഗുണിക്കണം 1000 സമം 42,000. 12 100, 12 ഗുണിക്കണം 100 സമം 1200. 56 1. മക്കൾക്ക് ക്രിയ ചെയ്യാതെ മനക്കണക്ക് ചെയ്യുക. പക്ഷേ സ്ഥാനവില മക്കൾ ശ്രദ്ധിക്കണം, അക്കങ്ങൾ മാറരുത്. ആൻസർ 43,256. ഓക്കെ മക്കളെ, മനസ്സിലായല്ലോ അല്ലേ. ഇനിയും ക്ലാസ്സുകൾ നൽകുന്നതായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.